ഇതെന്തുവായി തിന്നുന്നേ? ആരോഗ്യവതിയാണ് ഇപ്പോഴും. 4 പേര് വന്നാലും ഇടിക്കാനും തയ്യാറാണ്. ഒരു ഇടി വന്നാൽ 9 ഇടി ഞാൻ കൊടുത്തിട്ടേ വരുള്ളൂ. അമ്മയ്ക്ക് എത്ര വയസ്സായി? എനിക്കിപ്പോൾ 68 വയസ്സായി. ഈ പച്ച മരുന്ന് എവിടെ കണ്ടാലും ഞാൻ പച്ചയ്ക്ക് പറിച്ച് തിന്നും. തിന്ന് ചവച്ചുകൊണ്ട് നടക്കും. റോഡിൽ പോയാലും ഇവിടെ പോയാലും ഈ മരുന്ന് എവിടെ കണ്ടാലും ഇതിൻ്റെ തല ഇങ്ങനെ നുള്ളുക. അമ്മ ഇപ്പൊ ആഹാരമൊന്നും കഴിക്കത്തില്ല? ആഹാരമൊക്കെ കഴിക്കും. ഞാൻ ഈ പച്ചല മരുന്നിന് പകരം ഇത് തിന്നും. ആണോ? ഇതൊക്കെയാണ് അമ്മ കൂടുതലും കഴിക്കുന്നത്. കൂടുതലാണ് ഇത് നമ്മളെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായ സാധനമാണ്. കേട്ടോ, ഇതെന്തോ അമ്മേ? ഇത് നമ്മളെ ഒഴിഞ്ഞ ഒരു സാധനമാണ്. നമ്മളെ തലയിൽ എണ്ണ കാച്ചുന്നതിൽ ചേർക്കും, പിന്നെ ഈ മുട്ട തൈലത്തിൽ ചേരും. ഇതൊക്കെ ഏറ്റവും കൊഴുപ്പുള്ളതും നല്ല ആഹാരമാണ് ഈ സാധനം. ഇത് നമ്മളെ ശരീരത്തിന് ചുമ്മാ ഇടിച്ച് പിഴിഞ്ഞ് ചുമ്മാ പച്ചയ്ക്ക് കുടിച്ചാലും ശരീരത്തിന് നല്ല ശരീരപുഷ്ടി ഉണ്ടാവും. നല്ലത് അതുകൊണ്ടോ ഇതൊക്കെയാണ് അമ്മ തിന്നുന്നത്. ഞാൻ തിന്ന് കാണിച്ചാൽ നീ കൊണ്ട് പറിച്ച് തിന്നു. ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോൾ ഇല്ല, ഒരസുഖവും ഇല്ല. ഒരസുഖവും ഇല്ല. 68 വയസ്സ് എനിക്ക് ഇനി ഞാൻ കിളയ്ക്കും, വിറവ് കയറും, വെട്ടും. നമ്മളെ വീട്ടിലുള്ള ജോലി എനിക്ക് യാതൊരു പ്രശ്നവും ഉള്ളതല്ല. നിനക്ക് ചെറിയ ഇല പറിച്ചു. ഒരടിക്ക് 9 ഇടി ഞാൻ കൊടുത്തിട്ടേ തിരിച്ചു കയറി വരും. റോഡൊന്നും വീടൊന്നും ഒന്നുമില്ല. തിരിച്ചപ്പോഴും മറുപടി ഞാൻ കൊടുക്കും. പിന്നെ വെച്ചിട്ട് ഒരു ദിവസം ആവട്ടെന്ന് പറയില്ല. അപ്പോഴും തന്നെ തിരിച്ചു വരുള്ളൂ. എന്നോട് ആരും അടക്കാനും വരില്ല. എന്നാൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം സ്നേഹമാണ്. അമ്മയുടെ ആരോഗ്യ രഹസ്യമാണ് പറ്റില്ല. ഞങ്ങൾ തുപ്പിക്കളയില്ല. ഇതെല്ലാം നമ്മൾ തിന്നുന്ന ഭക്ഷണമാണ്. ആഹാരത്തിനേക്കാളും നമ്മളെ ഗുണകരവും ശരീരത്തിൻ്റെ ആരോഗ്യവും ശരീരത്തിൻ്റെ എല്ലിന് ബലവും ശക്തിക്കും വേണ്ട. നമുക്ക് ഒരു രോഗം ഈ പച്ചില മരുന്ന് കാത്തിനേക്കാളും ഗുണകരമാണ് ഈ പച്ചില ഇരുന്നത്. ആണോ? ഇനി ഇതിൽ കൂടെ ഒന്നും പറയാനില്ല. പോയി